പൊതുജനാരോഗ്യ രംഗത്തെ പുരോഗതിയിലും ഉന്നതിയിലും ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും മുന്നിലാണ് കേരളത്തിന്റെ സ്ഥാനം. മികച്ച ചികിത്സാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യ വികാസവും അതിനൂതനമായ ചികിത്സാ സംവിധാനവും പ്രഗത്ഭരായ ഡോക്ടർമാരുമെല്ലാമുള്ള സർക്കാർ ആശുപത്രികളാണ് ആരോഗ്യ കേരളത്തിന്റെ നട്ടെല്ല്. അങ്ങനെയുള്ള കേരളത്തെ ഞെട്ടിച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തൽ. ഉപകരണക്ഷാമം കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയകൾ അടക്കം മുടങ്ങി എന്ന വിവരം. വലിയ കോളിളക്കമുണ്ടായ ഡോക്ടർ ഹാരിസിന്റെ പോസ്റ്റിനും പ്രതികരണത്തിനും പിന്നാലെ നടപടിയുണ്ടായിരിക്കുന്നു. ശസ്ത്രക്രിയാ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടു. ഡോക്ടർ ഹാരിസിനെതിരെ സർവീസ് ചട്ടലംഘനത്തിന്മേൽ നടപടി ഉണ്ടാകുമെങ്കിൽ അതെന്താകും എന്നതെല്ലാമാണ് ഇനി അറിയാനുള്ളത്. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖല ഈ വാർത്തയ്ക്ക് പിന്നാലെ പ്രചരിപ്പിക്കപ്പെടും പോലെ അതിഗുരുതര പ്രതിസന്ധിയിലാണോ? ആദ്യം കാണാം RD Extra. ഹൈദരാബാദിൽ നിന്ന് ഇന്ന് രാവിലെ വിമാനമാർഗം ലെത്തോക്ലാസ്റ്റ് പ്രോബ് ഉപകരണങ്ങൾ എത്തി. ഇതോടെ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റിവെച്ച എല്ലാ ശസ്ത്രക്രിയകളും ഇന്ന് പുനരാരംഭിച്ചു. അങ്ങനെ ഹാരിസ് ഡോക്ടറുടെ ഒറ്റയാൻ പ്രതിഷേധം ഫലം കണ്ടു. രോഗികൾ വേദന സഹിച്ച് കാത്തിരിക്കുന്നതും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പുറം വിപണിയിൽ നിന്ന് വാങ്ങാൻ നിർബന്ധിതമാവുന്നതും സ്ഥിരമായപ്പോഴാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിലൂടെ ദുരവസ്ഥ തുറന്നെഴുതിയത്. ഡോക്ടർ ഉയർത്തിയ പരാതികളിന്മേൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B പത്മകുമാർ അധ്യക്ഷനായ 4-അംഗ സമിതി അന്വേഷണം തുടരുകയാണ്. ഫയൽ നീക്കത്തിൽ വ്യവസ്ഥയില്ലെന്ന് ചില വകുപ്പ് മേധാവികൾ വിദഗ്ധ സമിതിയോട് പറഞ്ഞു. ഡോക്ടർ ഹാരിസിന്റെ പ്രവൃത്തി സർവീസ് ചട്ടലംഘനമായാണ് വകുപ്പും സർക്കാരും വിലയിരുത്തുന്നത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയിലേക്ക് കടക്കുമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷേ പൊതുജനാരോഗ്യ പ്രവർത്തകന്റെ ഉത്തമ ബോധ്യത്തിൽ പോരായ്മകൾ വെളിപ്പെടുത്തിയ ഡോക്ടർക്കെതിരെ കടുത്ത നടപടിയെടുത്താൽ അത് മോശം സന്ദേശം നൽകുമെന്നും പൊതുജനാഭിപ്രായം എതിരാകുമെന്നും കണ്ട് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. നടപടി താക്കീതിൽ ഒതുക്കിയേക്കും. RD Extra ന്യൂസ് മലയാളം. ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുത്താൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് KGM-CTA മുന്നറിയിപ്പ് നൽകി. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ ചട്ടങ്ങൾക്കനുസരിച്ചാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? ഒരു മെഡിക്കൽ സർവീസ് കൊടുക്കുന്നതിൽ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യണം, കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം. അതിനുള്ള സിസ്റ്റമാണ് വരേണ്ടത്. അപ്പോൾ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് അത് കണക്കിലെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയി രംഗത്തിറങ്ങുന്നതായിരിക്കും. കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം താറുമാറായി എന്നാരോപിച്ച് UDF-ഉം BJP-യും ശക്തമായ പ്രതിഷേധം തുടങ്ങി. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് BJP പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായി. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലുള്ള വിവരങ്ങൾ. മറ്റ് വിവരങ്ങൾ നമുക്ക് ഡാറ്റാ ഷീറ്റിലേക്ക് കൂടി പോയി പരിശോധിക്കാം. ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ തുറന്നുപറച്ചിലിൽ വിമർശനവുമായി മുഖ്യമന്ത്രി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. തുറന്നുപറച്ചിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ചില ഉപകരണങ്ങൾ ചിലപ്പോൾ ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകാം. എപ്പോഴും ഈ നിലയല്ല. അതൃപ്തി ഉണ്ടായാൽ അത് പരസ്യമാക്കുന്നതിലൂടെ നാം നടത്തിയ നല്ല പ്രവർത്തനങ്ങളെ തെറ്റായി ചിത്രീകരിക്കാൻ ഇടയാക്കും എന്നതുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സംവിധാനത്തിൻ്റെ അപാകത ഡോക്ടർ ഹാരിസ് സത്യസന്ധനും കഠിനാധ്വാനിയുമാണ് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ പറഞ്ഞിരുന്നു. സിസ്റ്റത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഫണ്ടിന് കുറവില്ല, പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടും. ഡോക്ടർ ഹാരിസ് ഇക്കാര്യത്തിൽ അറിയിച്ചത് സർക്കാരിൽ വിശ്വാസമുള്ളതിനാൽ എന്നാണ് വീണ ജോർജ് ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നത്. ഡോക്ടർ ഹാരിസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കുമെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. ഈ പ്രതിസന്ധിക്ക് കാരണം എന്താണ് എന്നുള്ളത് കൂടി പരിശോധിക്കാം. മെഡിക്കൽ കോളേജുകളിലെ ഉപകരണ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത് ധനവകുപ്പിന്റെ കഴുംവെട്ടാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അടിസ്ഥാന സൗകര്യവും ചികിത്സാ സംവിധാനവും മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം നീക്കിവെച്ചത് 401.24 കോടി രൂപയാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അനുവദിച്ചത് 254.35 കോടി രൂപ. മരുന്ന് ചെലവായി കണക്കാക്കിയത്
934.28 കോടി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ലഭിച്ചത് 356 കോടി രൂപ. എന്നാൽ ഫണ്ട് വെട്ടിക്കുറച്ചിട്ടില്ല എന്ന നിലപാടാണ് ധനമന്ത്രി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പിനുള്ള പണം വെട്ടിക്കുറച്ചിട്ടില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. മരുന്നു സംഭരണത്തിനടക്കം ബജറ്റിൽ നീക്കിവെക്കുന്ന തുകയേക്കാളേറെ ഇപ്പോൾ ചെലവാക്കുന്നുണ്ട്. അതേസമയം ഈ ഹാരിസ് ഡോക്ടറുടെ തുറന്നു പറച്ചിലിനെക്കുറിച്ച് ഉപകരണ ലഭ്യത കുറവായതിനാൽ ഓപ്പറേഷനുകൾ മാറ്റിവെക്കേണ്ടി വന്നു എന്നായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത്. ഉപകരണങ്ങൾ വാങ്ങണമെന്നാവശ്യപ്പെട്ട് ഓഫീസുകൾ കയറി ഇറങ്ങിയെന്നും വിശദീകരിച്ചു. മടുത്തു. കുറെയെങ്കിലും ചികിത്സ നടക്കുന്നത് പല രോഗികളും പണം പിരിച്ച് ഉപകരണങ്ങൾ വാങ്ങിത്തരുന്നതിനാൽ എന്നതുമാണ് ഹാരിസ് ചിറക്കൽ പറഞ്ഞത്. മാസങ്ങളോളം ഓപ്പറേഷന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നവർ ഡോക്ടർമാരെ കുറ്റം പറയരുത് എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് മെച്ചപ്പെടുത്താൻ ഓടി ക്ഷീണിച്ചു. ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാനില്ല. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തേക്കാം. മാസം 3.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിട്ടും പൊതുജനത്തിന് സേവനം ചെയ്യാനാകുന്നില്ലെങ്കിൽ അതാണ് നല്ലത് എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ചർച്ചയായതോടെ ആദ്യം ഈ പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചിരുന്നു. നടപടി പരിഹാരം ഉറപ്പു നൽകിയതിനാലാണ് എന്ന് ഡോക്ടർ പിന്നീട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇനി ഈ ആരോഗ്യവകുപ്പിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് കൂടി പരിശോധിക്കാം. 2024-25 വർഷം യൂറോളജിയിൽ മാത്രം 67 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വാങ്ങിയിട്ടുണ്ട്. യൂറോളജി വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം 2898 ശസ്ത്രക്രിയകളും മെയ് വരെ 1327 ശസ്ത്രക്രിയകളും നടന്നു. മെയ് മാസത്തിൽ മാത്രം 312 ശസ്ത്രക്രിയകളും ജൂൺ 25 വരെ 242 ശസ്ത്രക്രിയകളും നടന്നു. പ്രോബ് തകരാറിനെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ശസ്ത്രക്രിയ മാറ്റിവെക്കുകയും ചെയ്തു. അത് തെളിവ് നിരത്തി തന്നെയാണ് ഡോക്ടർ ഹാരിസ് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നത്. ആരോപണം അന്വേഷിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. മാറ്റിവെക്കേണ്ടി വന്ന ശസ്ത്രക്രിയകളുടെ എണ്ണം ഡോക്ടർ ഹാരിസ് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുമുണ്ട്. ഉപകരണങ്ങൾക്കുള്ള അപേക്ഷകളുടെ പകർപ്പും രോഗികൾ പണം നൽകിയതിൻ്റെ തെളിവും കൈമാറിയിട്ടുണ്ട്. ഡോക്ടർ ഹാരിസിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടായേക്കില്ല. താക്കീത് നൽകാൻ സാധ്യതയുണ്ട് താനും. ഇതാണ് സ്ഥിതി. സനീഷ്, എന്തായാലും ഈ പറയുന്നത് പോലെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഇപ്പോൾ ഇന്നിപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് വിവിധ നേതാക്കളുടെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ വന്നു. സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ. എങ്കിൽ പോലും ഈ പറഞ്ഞ കോവിഡ് കണക്കൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആ ആരോപണങ്ങൾ വരുന്നത്. അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യസന്ധമായ കണക്ക് ഏറ്റവും ഒടുവിൽ വരുമ്പോൾ കേരളമാണ് ഏറ്റവും കുറച്ച് ആ നിലയ്ക്ക് കോവിഡ് കണക്കുകൾ മറച്ചു വെച്ചിട്ടുള്ളതോ ഏതെങ്കിലും തരത്തിൽ മാറ്റി വയ്ക്കപ്പെട്ടിട്ടുള്ളതോ ഒക്കെ ആയിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ രംഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ചത് തന്നെയാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്തും ഇത്തരമൊരു വീഴ്ച ഉണ്ടായിക്കൂടല്ലോ. ഒരു രോഗിക്ക് സർക്കാർ എത്തിച്ചു കൊടുക്കേണ്ട ആ സൗകര്യം എത്തിച്ചു കൊടുക്കുക തന്നെ വേണമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിലെന്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും അത് എത്തിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ട്. അപ്പോൾ ഈ പ്രതിപക്ഷം എന്തായാലും ശക്തമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു. സർക്കാർ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു തിരുത്തൽ നടപടി വളരെ വേഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ഈ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നൊരവസ്ഥയിലേക്ക് സർക്കാർ ഇത് ഹാരിസ് ചിറക്കലിലൂടെ ഈ വെളിപ്പെടുത്തൽ വന്നതുകൊണ്ട് എത്തിപ്പെട്ടിട്ടുണ്ട്. എന്താണ് തോന്നുന്നത്? അതെ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെതിരെ വലിയ നടപടി ഉണ്ടാവുകയാണെങ്കിൽ പ്രതിഷേധിക്കും എന്ന ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് KGMCTയുടെ നേതാക്കളുടെ പ്രസ്താവനയാണ്. അത് വളരെ നമ്മളും അതിനൊപ്പം നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും അതിനൊപ്പം നിൽക്കും. കാരണം കടുത്ത നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഹാരിസ് ചിറക്കലിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങേണ്ടതായിട്ട് വരും. പക്ഷേ കടുത്ത നടപടിയൊന്നും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മൊത്തം എപ്പിസോഡ് കണ്ടാൽ തോന്നുക. ഒരു താക്കീത്. കാരണം ഒരു സിസ്റ്റത്തിനകത്ത് ഒരു സർക്കാർ ജീവനക്കാരൻ ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കേണ്ടതല്ലാത്ത വിധത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചല്ലോ. അപ്പോൾ ഒരു താക്കീതൊക്കെ സ്വാഭാവികമായിട്ടും സിസ്റ്റത്തെ നിലനിർത്താൻ വേണ്ടി വരും. അത് സർക്കാർ കൊടുക്കുമായിരിക്കും. അത് അദ്ദേഹത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ശിക്ഷാ നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ അത് ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരള സമൂഹം ഈ സംസ്ഥാന സർക്കാരിനെതിരെ അപ്പാടെ തന്നെയും ആരോഗ്യവകുപ്പിനെതിരെയും വന്ന് പറയേണ്ടുന്ന പ്രതിഷേധിക്കേണ്ടുന്ന സാഹചര്യമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിപ്പം മുഖ്യമന്ത്രി പറയുകയാണ് ഈ സിസ്റ്റത്തെ തെറ്റായി ചിത്രീകരിക്കാൻ ഇടയാക്കുന്ന കാര്യമായി എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ലല്ലോ, അത് ഡോക്ടറുടെ കുറ്റമല്ലല്ലോ. അവിടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വഴിവിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഒരല്പം വൈകാരികമായിട്ട് അദ്ദേഹം പ്രതികരിക്കുന്നത് ഞാൻ ചെയ്യേണ്ടുന്ന കാര്യം എനിക്ക് ചെയ്യാനാകുന്നില്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാ തെളിവുമുണ്ട് എന്ന് മാത്രമല്ല ഉടനടി പരിഹരിച്ചു. ഇപ്പോൾ സർക്കാർ ആരോഗ്യവകുപ്പ് ഇന്നിപ്പോൾ ആ ഉപകരണങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഉപകരണങ്ങൾ കൊണ്ടുവന്നപ്പോൾ രണ്ട് കാര്യങ്ങളാണ് വ്യക്തമായത്. ഒന്ന്, ആ പ്രശ്നം അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. രണ്ട്, അത് ഉടനടി പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നവുമായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിലേക്ക് സംവിധാനങ്ങളുടെ ശ്രദ്ധ ചെന്നില്ല എന്നത് പിശക് തന്നെയാണ്. അത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. അതുകൊണ്ട് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയാകെ, ആരോഗ്യവകുപ്പിനെ ആകെ, ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആകെ വിമർശിക്കാൻ എന്തായാലും ഞാനില്ല. നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യ സംവിധാനവും ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയുമാണ് കേരളത്തിലുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. ഇതിനകത്ത് പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നം ചില
പാഠങ്ങൾ ഈ വകുപ്പിനും സംസ്ഥാന സർക്കാരിനും ആകെ നൽകിയിട്ടുണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഇതിലിപ്പോൾ ഡോക്ടർ ഹാരിസിൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള നിലപാട്, വളരെ ധീരമായിട്ടുള്ള നിലപാട്, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഈ 3 ലക്ഷം ശമ്പളം വാങ്ങിയിട്ട് മറ്റെല്ലാ ഡോക്ടർമാരും നിൽക്കുന്ന പോലെ അവിടെ നിൽക്കാമായിരുന്നു. നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ഇന്നിപ്പോൾ UDF-ഉം BJP-യും വലിയ പ്രതിഷേധ സമരത്തിലേക്ക് പോയി, നമ്മളടക്കമുള്ള മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തകൾ കൊടുത്തു. ഈ പ്രശ്നം അവിടെ ഉണ്ട് എന്നത് ഒരു പ്രതിപക്ഷ പാർട്ടിയോ ഒരു മാധ്യമപ്രവർത്തകനോ അല്ല പുറത്തേക്ക് കൊണ്ടത്. ഒരു വിസിൽ ബ്ലോവറായിട്ട് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം അത് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ വന്നിട്ട് വലിയ സമരങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖല ആകപ്പാടെ കുഴപ്പമാണെന്ന് പറയുകയാണ് UDF ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അത് അത്ഭുതമൊന്നുമില്ല അതിനകത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇലക്ഷൻ ഇയറിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ UDF-ഉം മറ്റ് പ്രതിപക്ഷ കക്ഷികളും BJP-യും ഒക്കെ അത്ര ശക്തമായിട്ടുള്ള സമരവുമായിട്ട് വരേണ്ടതാണ്. കാരണം സംസ്ഥാനത്ത് ആരോഗ്യ മേഖല, അതും ഈ പറയുന്ന പൊതുജനാരോഗ്യ മേഖല, നമ്മുടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഇത്ര ഒരു ആവശ്യം ഉണ്ടായി, ഇത്ര ഒരു പ്രശ്നം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും UDF-കാർ വരേണ്ടതാണ്. പക്ഷേ ഈ ടോട്ടൽ എപ്പിസോഡ് നമ്മൾ പഠിക്കേണ്ടത് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്കകത്ത് നമ്മൾ നമ്പർ 1 ആണ്. നമ്പർ 1 ആണെന്ന് വെച്ചാൽ എന്താണ് ഹർഷ? അതായത് നമ്പർ 1 ആണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ ആളില്ല എന്നേ ഉള്ളൂ, അല്ലാതെ നമ്മൾ പെർഫെക്റ്റ് ആണെന്നല്ല അർത്ഥമല്ല. നമ്പർ 1 എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിലെ ഒരു കുട്ടി മറ്റുള്ളവരെക്കാൾ നമ്പർ 1 ആണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആ കുട്ടി പെർഫെക്റ്റ് ആണ് എന്ന അർത്ഥം അതിനില്ല, നിശ്ചയമായിട്ടും ഇല്ല. ഒരുപക്ഷെ ആ കുട്ടി 99 98 മാർക്കായിരിക്കും നേടുന്നുണ്ടാവുക, 100 കംപ്ലീറ്റ് ആയിട്ട് നേടുന്നുണ്ടാവില്ല എന്ന് വെച്ച് അയാൾ ആകപ്പാടെ കുഴപ്പമാണെന്ന് പറയരുത്. കേരളം നമ്പർ 1 ആണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിനകത്ത് നല്ല സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് 1-2 മാർക്ക് കുറയുമ്പോൾ അത് അപ്പോൾ തന്നെ പരിഹരിച്ചു പോകുന്ന ഒരു സംവിധാനം ഉണ്ട് എന്ന് സംസ്ഥാന സർക്കാർ ഇതിലൂടെ തെളിയിച്ചു. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ ഉടൻ തന്നെ സമരം ചെയ്ത് പ്രൊട്ടസ്റ്റിലേക്ക് പോകുന്ന കാര്യമുണ്ട് എന്ന് UDF-ഉം BJP-യും തെളിയിച്ചു. ഹാരിസ് ഡോക്ടറെ പോലെ നല്ല ആത്മാർത്ഥതയും സത്യസന്ധതയുള്ള ആൾ നമുക്കുണ്ട് എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടാക്കി തന്നു. പക്ഷേ ഒറ്റ കാര്യം മാത്രമുണ്ട് അതിനകത്ത്, അതായത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ നാളെ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് എന്നതുകൊണ്ട് കേരളമാകെ പൊളിഞ്ഞേ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ആകെ കുഴപ്പമാണ് എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്ന ഗുണകരമല്ല. ഇന്നിപ്പോൾ ചില മാധ്യമങ്ങളിലൊക്കെ പത്രത്തിൻ്റെ എഡിറ്റ് പേജിലൊക്കെ കേരളം ആകപ്പാടെ കുഴപ്പമാണ് എന്ന് പറയുന്ന ലേഖനങ്ങളെ കണ്ടു. പക്ഷേ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, അത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇനിയിപ്പോൾ ഇതര സംസ്ഥാനങ്ങളിലെയൊക്കെ കണക്ക് നമ്മളിപ്പോൾ എടുത്ത് ഇതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഇതിനേക്കാളൊക്കെ എത്രയോ ഗുരുതരമായ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇപ്പോൾ കർണാടകത്തിൽ തന്നെ നോക്കിയാൽ ബല്ലാരിയിൽ സർക്കാർ ആശുപത്രിയിലാണ് തുടർച്ചയായി മാതൃമരണങ്ങൾ ഉണ്ടായത്. അവിടെ വലിയ വിവാദമായിരുന്നു. അപ്പോൾ ആ മാതൃമരണങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് ആ കുടുംബങ്ങൾക്കെല്ലാം സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായി. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം അല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല അത്തരമൊരു സാഹചര്യം ഇപ്പോൾ ശിശുമരണ നിരക്കിലായാലും മാതൃമരണ നിരക്കിലായാലും ഒക്കെ കേരളം വളരെ മെച്ചപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ ഹാരിസ് ചിറക്കലിൻ്റെ ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ആ വെളിപ്പെടുത്തലിനൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുക. കാരണം നമുക്കറിയാം, ആ തിരുവനന്തപുരത്ത് സനീഷിന് ഓർമ്മയുണ്ടാവുമല്ലോ, ഈ മെഡിക്കൽ കോളേജിലെയും സർക്കാർ ആശുപത്രികളിലെയും ഒക്കെ ഡോക്ടർമാർ ചെയ്തു കൂട്ടുന്ന പല പരിപാടികളും പല തരത്തിൽ നമ്മളൊക്കെ വിവിധ മാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് ഓർമ്മയുണ്ടാവും. അവിടെ ഈ സ്കാനിങ് സെൻ്ററുകളൊക്കെ ഒരു കാലത്ത് അവിടുത്തെ ഡോക്ടർമാർക്ക് സമ്മാനമായി കൊടുക്കുന്നത് BMW കാറൊക്കെയാണ്. എന്തിന്? അവിടേക്ക് ഈ സ്കാനിങ്ങിന് കുറിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഹാരിസ് ചിറക്കൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെയൊന്നും ₹1 മേടിച്ചിട്ടില്ല എന്ന്. അന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആരാണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. പക്ഷേ എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം, ആ വാർത്തയിലേക്ക് പോകുന്നത് ഈ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ്. ഡോക്ടർമാർക്കെല്ലാം വണ്ടികളുണ്ട്, വലിയ ആഡംബര വാഹനങ്ങൾ. അത് ആരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ് എന്ന് അന്വേഷിക്കുമ്പോൾ അത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്കാനിങ് സെൻ്ററിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടികളാണ്. ഇവർ സ്വകാര്യ ആശുപത്രിയിൽ വാഹനങ്ങൾ. അപ്പോൾ ഈ രീതിയിൽ അഴിമതിക്കാരായ ഒരു വലിയ വിഭാഗം ഡോക്ടർമാർ കൂടിയുണ്ട്. അതിനിടയിൽ ഏറെ വ്യത്യസ്തനാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, തുടർച്ചയായി എന്തെല്ലാം വാർത്തകൾ വന്നിട്ടുണ്ട്. മുൻകാലത്ത് ഈ ചോർന്നൊലിക്കുന്ന ആശുപത്രികൾ, ദുരന്ത സമാനമായ അവസ്ഥ. ഈ ജനറൽ ഹോസ്പിറ്റലിലെ 9ാം വാർഡ് തന്നെ മാതൃഭൂമിയുടെ 1ാം പേജിലെ ആ ഫോട്ടോ ഒരു കാലത്തും മറക്കാത്ത ഫോട്ടോയായി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പൊതു അവസ്ഥയിൽ നിന്ന് ഘട്ടം ഘട്ടമായി വിവിധ സർക്കാരുകളുടെ കാലത്ത് ഈ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല മുന്നേറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ അതിനെ അടച്ച് അങ്ങനെ തള്ളിക്കളയാൻ നമ്മളില്ല. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കുക തന്നെ വേണം. ഇത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അത് KGM-CTAയുടെ നേതാവ് ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്ന് മന്ത്രി പറയുന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം തിരുത്തുക എന്നുള്ളതാണല്ലോ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം, കടമ. മാത്രമല്ല, ഇപ്പോൾ ചീഫ് മിനിസ്റ്ററുടെ, മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വിയോജിപ്പിൻ്റെ എനിക്ക് വിയോജിക്കാൻ തോന്നുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു. അതൊക്കെ ഈ നിലയ്ക്ക് വളരെ മികച്ച ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അദ്ദേഹം ഇത് വന്ന് വെളിപ്പെടുത്തുമ്പോൾ സർക്കാർ ഇതുവരെ ചെയ്ത ഈ നല്ല കാര്യങ്ങളെല്ലാം ഇല്ലാതായി പോകുന്നില്ലേ? അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഡോക്ടർ ഹാരിസ് ചിറക്കലിനില്ല. അത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനില്ല. അത് സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഡോക്ടർ ഹാരിസ് ചിറക്കലിനില്ല. പക്ഷേ ഹാരിസ് ചിറക്കൽ ആരാണ്?
ഉറച്ച ഒരു ഇടത് സഹയാത്രികൻ കൂടിയാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഇടത് അനുകൂല സമീപനം മുമ്പ് പലപ്പോഴും വിവാദ വിഷയമായിട്ടുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് ഉറച്ച ഒരു ഇടത് സഹയാത്രികൻ തന്നെയാണ് അദ്ദേഹം അത് വെളിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ അതിന് കുറച്ച് ഗൗരവം കൂടുതലുണ്ട് എന്ന് തന്നെ. അത് ഇടതുപക്ഷക്കാർ തന്നെ വന്നിട്ട് ഇങ്ങനെ സിസ്റ്റത്തെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതുപോലൊരു സർക്കാരിൻ്റെ കാലത്ത് എന്നത് പോസിറ്റീവായിട്ട് പൊതുസമൂഹം കാണുകയാണ്. ഒന്ന് അതോട് ചേർത്ത് കാണേണ്ടത് കാര്യം, കേന്ദ്രത്തിൻ്റെ നേർക്ക് സംവിധാനമായിട്ടുള്ള ഒരു ആശുപത്രിയിൽ അവിടെ കഴിഞ്ഞ തവണ പ്രശ്നം ഉണ്ടാകുകയും കേന്ദ്രമന്ത്രി എന്നിട്ട് പരിശോധന നടത്തുകയും എന്നിട്ട് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ശ്രീത്ര വളരെയേറെ ആളുകൾ അങ്ങോട്ട് ചെല്ലുന്നൊരു ആശുപത്രിയാണ്. പക്ഷേ അവിടെയും പ്രശ്നം ഉണ്ടാവുകയാണ്. അപ്പോൾ കേന്ദ്രം ഇതുപോലെ തന്നെ അവിടെ ഇടപെടേണ്ടതാണ്, നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ്. കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖല ചർച്ചയാകുന്നത് ഇവിടെ ഒരു മികച്ച സംവിധാനമുണ്ട് എന്നതിൻ്റെ കൂടി തെളിവാണ്. ചെറിയ താളപ്പിഴകൾ കാണുമ്പോൾ തന്നെ വിമർശനങ്ങൾ ഉയരുന്നത് അത് തിരുത്തപ്പെടുമെന്ന ഉറപ്പുള്ളതുകൊണ്ടുമാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച വിഷയങ്ങൾ പരിശോധിക്കേണ്ടതാണ് എന്ന് ആരോഗ്യമന്ത്രിയും അദ്ദേഹത്തിന് ദുഷ്ടലാക്കില്ല എന്ന് മുഖ്യമന്ത്രിയും പറയുന്നതിൽ തന്നെ അത് വ്യക്തമാണ്. ആരോഗ്യമേഖലയിൽ നമ്മൾ നമ്പർ 1 ആയതിനാൽ തന്നെ അത്തരം വിമർശനങ്ങളിൽ ക്രിയാത്മക ഇടപെടലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അത് ഉണ്ടാകുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.